Hello friends, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പെയിന്റ് പോളിഷിങ്ങിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് പെയിന്റ് പോളിഷിംഗ്? എങ്ങനെ ചെയ്യാം? 100% പ്രൊഫഷണൽ ആയിട്ട് എങ്ങനെ ഇത് ചെയ്യാം? അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണണം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഈ പോളിഷിംഗ്? എന്താണ് ശരിക്കും നമ്മളിവിടെ ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതായത് പോളിഷിങ്ങിന് പിന്നിലുള്ള തിയറി എന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അതിന്റെ പിന്നിലുള്ള തിയറി എന്താണ് എന്നറിഞ്ഞുകൊണ്ട് വർക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു 100% ആ ഒരു പ്രൊഫഷണലിസം നമുക്ക് അവിടെ കിട്ടുകയുള്ളൂ. അപ്പോൾ എന്താണ് ഈ ഒരു പോളിഷിങ്ങിന് പിന്നിലുള്ള തിയറി എന്ന് വെച്ചാൽ നമുക്ക് അറിയാം, വാഹനങ്ങളുടെ പെയിന്റ് എന്ന് പറയുന്നത് ഒരു 3 ലെയർ കോട്ടിംഗ് ആണ്. അതായത് ബോഡിക്ക് മുകളിൽ ആദ്യം ഒരു പ്രൈമർ കോട്ട് വരും, അതിൻ്റെ മുകളിലൊരു കളർ കോട്ട് വരും, അതിൻ്റെ മുകളിലൊരു ക്ലിയർ കോട്ട് വരും. ക്ലിയർ കോട്ട് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിലുള്ള ലെയർ കോട്ടിംഗ് ആണ്. അപ്പോൾ ക്ലിയർ കോട്ട് ഒരു ഗ്ലാസ് പോലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കോട്ടിംഗ് ആണ്. അതിൻ്റെ അടിയിലാണ് നമ്മൾ വാഹനത്തിൻ്റെ പെയിൻറ്റിൻ്റെ കളർ ഏതാണോ ആ കളറിലുള്ള പെയിൻ്റാണ് ഈ കളർ കോട്ടായിട്ട് അടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു പ്രൈമർ കോട്ട് കൂടെ വരും. അപ്പോൾ ഈ ഒരു മുകളിലുള്ള ഈ ഒരു ക്ലിയർ കോട്ടിൽ ഈ കാണിച്ചിരിക്കുന്നതൊക്കെ സ്ക്രാച്ചുകളാണ്. ഈ സ്ക്രാച്ചുകളൊക്കെ ഈ ഒരു ക്ലിയർ കോട്ടിനെ കട്ട് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചില സ്ക്രാച്ചുകൾ വീണ്ടും താഴത്തേക്ക് പോയി പെയിൻറ്റ് വരെ കട്ടാവുന്ന ടൈപ്പ് സ്ക്രാച്ചുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഒരു മീഡിയം ലെവൽ സ്ക്രാച്ചുകളാണ് വരച്ചിട്ടുള്ളത്. ഇപ്പോൾ പോളിഷിങ്ങിന് നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ക്ലിയർ കോട്ടിൻ്റെ ഒരു വളരെ തിന്നായിട്ടുള്ളൊരു ലെയർ നമ്മളിവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഇതാണ് ഈ ഒരു പെയിൻറ്റ് പോളിഷിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിവിടെ പോളിഷിങ് ചെയ്ത് ഈ ഒരു ലെയർ ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കി, ഇതിൻ്റെ മുകളിലേക്കുള്ള ലെയർ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രാച്ച് നമുക്കവിടെ ഒഴിവായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു സ്ക്രാച്ചിൻ്റെ ആ ഒരു വലുപ്പം അവിടെ കുറഞ്ഞു, ആ ഒരു സ്ക്രാച്ച് വീണ്ടും ചെറുതായി, അതുപോലെ തന്നെ ഈ ഒരു സ്ക്രാച്ചും ചെറുതായി. ഇത് നമ്മൾ അടുത്തൊരു കട്ട് കൂടെ ആ ഒരു സ്റ്റേജ് കൂടെ ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ലെവലിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രാച്ച് അവിടെ കംപ്ലീറ്റ് ഒഴിവായി, ഈ സ്ക്രാച്ച് വളരെ ചെറുതായി വന്നതും ചെയ്തു. ഇനി നമ്മൾ വേണമെങ്കിൽ വീണ്ടും ഒരു കട്ടിങ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്ക്രാച്ചും അവിടെ ക്ലിയർ ആയി. അപ്പോൾ ഇതാണ് ബേസിക്കലി പോളിഷിങ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ക്ലിയർ കോട്ടിൻ്റെ ലെയർ, ഒരു വളരെ തിന്നായിട്ടുള്ള ലെയർ നമ്മളിവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പോളിഷിങ്ങിൻ്റെ തിയറി. സ്ക്രാച്ചുകൾ മാത്രമല്ല നമ്മൾ പോളിഷിങ്ങിലൂടെ ഒഴിവാക്കുന്നത്. ഈ ഒരു പെയിൻറ്റിൻ്റെ ഈ ഒരു ടോപ്പ് ലെയർ ഓക്സിഡേഷൻ സംഭവിച്ച് അത് ഡാമേജ് ആയിട്ടുണ്ടായിരിക്കും, അതായത് അത് മങ്ങിപ്പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ലെയറൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലൊരു തിളക്കമായ ഒരു പെയിൻറ്റിന് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു പെയിൻറ്റിൻ്റെ മുകളിൽ വാട്ടർ മാർക്കുകൾ വരും, അതായത് വെള്ളത്തുള്ളികൾ പെയിൻറ്റിൻ്റെ മുകളിലിട്ട് അത് അവിടെ ഉണങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു വെള്ളത്തുള്ളിയിലുള്ള ആ ഒരു മിനറൽസൊക്കെ അവിടെ ഉണങ്ങി പറ്റി പിടിച്ച് അത് അവിടെ ഒരു വാട്ടർ മാർക്കായിട്ട് വരും. അപ്പോൾ വാട്ടർ മാർക്കൊക്കെ ഉള്ള ആ ഒരു ലെയർ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ അതൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ. പെയിൻറ്റ് പോളിഷിങ് ചെയ്യുന്നതിന് അടിസ്ഥാനപരമായിട്ട് 3 കാര്യങ്ങൾ വേണം. അതിൽ ഒന്നാമത്തേതാണ് കോമ്പൗണ്ട്സ്, രണ്ടാമത്തത് പോളിഷിംഗ് പാഡ്സ്, മൂന്നാമത്തത് ഒരു പോളിഷർ മെഷീനും. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് റുപ്പേസ് എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ബ്രാൻഡിൻ്റെ പോളിഷിംഗ് പ്രോഡക്റ്റ്സ് ആണ്. അതായത് ഈ കോമ്പൗണ്ട്സും അതുപോലെ തന്നെ പോളിഷിംഗ് പാഡ്സ് ഒക്കെ റുപ്പേസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പോളിഷിംഗ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ്. നിങ്ങൾ ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് രണ്ടും അവരുടെ കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ഈ ഒരു നീല ക്യാപ്പ് ഉള്ളത് ഇത് കുറച്ച് ഹെവി കട്ടിങ് ആണ്. ഇത് നമ്മൾ കൂടുതൽ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ തന്നെ ഈ ഒരു യെല്ലോ ഈ ടോപ്പുള്ള ഈ ഒരു കോമ്പൗണ്ട് നമ്മൾ ഒരു മീഡിയം ലെവൽ സ്ക്രാച്ചുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് അവരുടെ ഒരു വൺ സ്റ്റെപ്പ് പോളിഷ് ആൻഡ് സീലൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് പോളിഷ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഉപയോഗിക്കാവുന്നതാണ്. അതായത് അധികം സ്ക്രാച്ചൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒരു ഫിനിഷിങ് കിട്ടിയാൽ മതി, അപ്പോൾ ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റാണിത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പോളിഷ് ചെയ്തതിന് ശേഷം ഒരു സീലൻറ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കൂടി ആ ഒരു പെയിൻറ്റിൻ്റെ മുകളിൽ കിട്ടും. അപ്പോൾ നമ്മൾ പെയിൻറ്റ് പ്രൊട്ടക്ഷൻ നമുക്ക് വാക്സ് ഉപയോഗിക്കാം, സീലൻസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സെറാമിക് കോട്ടിങ്സ് ഉപയോഗിക്കാം. അപ്പോൾ വാക്സ് എന്ന് പറയുന്നത് 2-3 ആഴ്ച ഇത് കിട്ടുള്ളൂ. പക്ഷേ സീലൻ്റ് എന്ന് പറയുന്നത് ഒരു 3 മാസം വരെയൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പ്രൊട്ടക്ഷനാണ് സീലൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് 1 സ്റ്റെപ്പ് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ സ്ക്രാച്ചുകൾ പോവുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഒരു സീലൻറ്റിൻ്റെ പ്രൊട്ടക്ഷനും ഒരു 90 ദിവസത്തേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തത് പോളിഷിംഗ് പാഡ്സിനെ കുറിച്ച് പറയാം. ഇത് ഓരോന്നും, ഈ വൈറ്റ് പാഡ് ഇത് കട്ടിംഗ് പാഡല്ല, ഇത് നമുക്ക് വാക്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇത് കട്ടിംഗ് ഇല്ല. യെല്ലോ പാഡ്
ഫോം പാഡാണിത്. ഇത് അത്യാവശ്യം സോഫ്റ്റാണ്. ഇത് നമ്മൾ ഈ ഒരു യെല്ലോ ടോപ്പുള്ള കോമ്പൗണ്ടിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന പാഡാണ് ഇത്. അപ്പോൾ അത് ലൈറ്റ് സ്ക്രാച്ചിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി കുറച്ചുകൂടെ ഹെവി സ്ക്രാച്ചുകളാണെങ്കിൽ നമുക്ക് ഇവിടെ ബ്ലൂ പാഡിൻ്റെ കൂടെ ഈ ബ്ലൂ കളർ ടോപ്പുള്ള കോമ്പൗണ്ടും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള സ്ക്രാച്ചുകളൊക്കെ നമുക്ക് ശരിക്കും ക്ലിയർ ചെയ്തെടുക്കാവുന്നതാണ്. ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇത് ലിക്വിഡ് ഫോമിലുള്ള പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ അകത്ത് വളരെ ചെറിയ മൈക്രോ അബ്രാസീവ് പാർട്ടിക്കിൾസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രൈൻഡിങ് വീലിലും അതുപോലെ തന്നെ എമറി പേപ്പറിലൊക്കെ ചെറിയ തരികൾ ഇങ്ങനെ കാണാം. ആ തരികളെയാണ് നമ്മൾ അബ്രാസീവ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഷാർപ്പ് എഡ്ജഡായിട്ടുള്ള ആ തരികളാണ് അവിടെ കട്ടിങ് ചെയ്യുന്നത്. അതുപോലുള്ള മൈക്രോ അബ്രാസീവ് പാർട്ടിക്കിൾസ് ആണ് ഈ കോമ്പൗണ്ടിൻ്റെ അകത്തുള്ളത്. ആ അബ്രാസീവ് പാർട്ടിക്കിൾസാണ് നമ്മളെ ഈ ഒരു പെയിൻറ്റിൻ്റെ ഒരു മുകളിലുള്ള ലെയറിനെ നമുക്ക് ഉരച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ സഹായിക്കുന്നത്. ഇനി പോളിഷിങ് ചെയ്യാൻ അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ് പോളിഷർ മെഷീൻ. പോളിഷിങ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് കൈ ഉപയോഗിച്ച് ചെയ്യാം. ചിലർ ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തിലേക്ക് കുറച്ച് കോമ്പൗണ്ടാക്കി കൈകൊണ്ട് പെയിൻറ്റിൽ ഉരച്ച് പോളിഷ് ചെയ്യുന്ന രീതിയുണ്ട്. പക്ഷെ അത് ഒരുപാട് സമയമെടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് എഫേർട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുള്ള പോളിഷിങ് കുറച്ചുകൂടെ സ്പീഡാണ്, നമുക്ക് വേഗത്തിൽ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളധികം എഫേർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും പോളിഷർ മെഷീൻ തന്നെ ചെയ്തോളും. പ്രധാനമായിട്ടും 2 ടൈപ്പ് പോളിഷർ മെഷീനുകളാണ് നമ്മൾ പോളിഷിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമതാണ് ഇതുപോലുള്ള റാൻഡം ഓർബിറ്റൽ പോളിഷേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഡ്യുവൽ ആക്ഷൻ പോളിഷർ എന്നും പറയാറുണ്ട്. ഇനി മറ്റൊന്നാണ് റോട്ടറി പോളിഷറുകൾ. റോട്ടറി പോളിഷർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റോട്ടറി പോളിഷർ നമ്മുടെ ഒരു ഡ്രില്ലറിൻ്റെയൊക്കെ പോലെ ഒരു പ്യുവർ റൊട്ടേഷൻ മാത്രമായിരിക്കും അത് ചെയ്യുന്നത്. പക്ഷേ ഒരു ഡ്യുവൽ ആക്ഷൻ പോളിഷേഴ്സ് ഇതിൻ്റെ ഒരു ബാക്കിംഗ് പ്ലേറ്റിൻ്റെ ആ ഒരു റൊട്ടേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ആയിരിക്കും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ അത് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു റോട്ടറി പോളിഷറുകളുടെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അത് വളരെ ഫാസ്റ്റായിട്ട് കട്ടിങ് നടക്കുമെന്നുള്ളതാണ്. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പോളിഷിങ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ അഗ്രസീവായിട്ടുള്ള കട്ടിങ് ആയിരിക്കും റോട്ടറി പോളിഷേഴ്സ് ചെയ്യുന്നത്. പക്ഷേ റോട്ടറി പോളിഷറുകൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെയിൻറ്റ് പോളിഷ് ചെയ്യുന്ന സമയത്ത് ഒരു ഏരിയയിലേക്ക് ഹീറ്റിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും റോട്ടറി പോളിഷറുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയായിട്ട് ആ മെഷീൻ ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ പെയിൻറ്റ് ഡാമേജ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ പെയിൻറ്റിൻ്റെ എഡ്ജുകളിലൊക്കെ പോളിഷ് ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. എഡ്ജുകൾ ബേൺ ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഈ റോട്ടറി പോളിഷേഴ്സ് ഉപയോഗിക്കുമ്പോൾ. പക്ഷേ ഡ്യുവൽ ആക്ഷൻ പോളിഷേഴ്സ് ഇതിൻ്റെ ഈ ഒരു ബാക്കിംഗ് പ്ലേറ്റിൻ്റെ ആ ഒരു റാൻഡം ഓർബിറ്റൽ മൂവ്മെൻറ്റ് കാരണം ഹീറ്റ് നന്നായിട്ട് ഡിസിപ്പേറ്റ് ആവും. അതുകൊണ്ട് തന്നെ വളരെ സേഫാണ്. ഒരു ബിഗിനർക്ക് വരെ വളരെ ഈസി ആയിട്ട് പോളിഷ് ചെയ്യാൻ ഈ ഒരു ഡ്യുവൽ ആക്ഷൻ പോളിഷർ കൊണ്ട് സാധിക്കും. പോളിഷർ മെഷീൻ്റെ ഈ ഒരു കറങ്ങുന്ന ഈ ഒരു ഭാഗത്തിന് നമ്മൾ ബാക്കിംഗ് പ്ലേറ്റ് എന്ന് പറയും. പല സൈസ് ബാക്കിംഗ് പ്ലേറ്റുള്ള മെഷീനുകൾ അവൈലബിൾ ആണ്. ഈ ഒരു മെഷീൻ്റെ ബാക്കിംഗ് പ്ലേറ്റ് 5 ഇഞ്ചാണ്. നിങ്ങൾക്ക് 6 ഇഞ്ചോ 7 ഇഞ്ചോ 3 ഇഞ്ചോ 4 ഇഞ്ചൊക്കെ ബാക്കിംഗ് പ്ലേറ്റ് ആണ്. പല സൈസുകളിലുള്ള മെഷീനുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു 5 ഇഞ്ച് ബാക്കിംഗ് പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 5 ഇഞ്ചിൻ്റെ പോളിഷിംഗ് പാഡ് തന്നെ അതിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ ഒരു പോളിഷിംഗ് പാഡ് ഈ ഒരു ബാക്കിംഗ് പ്ലേറ്റിൽ കറക്റ്റ് സെൻറ്ററായിട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പോളിഷിംഗ് പാഡിൽ ഇവിടെ സെൻറ്ററിൽ കമ്പനി ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് സെൻറ്റർ ചെയ്ത് ഇത് വെക്കാൻ സാധിക്കും. ചില പോളിഷിംഗ് പാഡിൽ സെൻറ്ററിൽ ഇവിടെ ഹോളുണ്ടായിരിക്കില്ല. അപ്പോൾ സെൻറ്റർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് പറ്റാവുന്ന അത്ര സെൻറ്റർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെ സെൻറ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഹോളും ഈ ഒരു മെഷീൻ്റെ ഈ ഒരു ഹോളും കൂടെ കറക്റ്റായിട്ട് വെച്ച് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കാരണം അത് ഒട്ടി നിൽക്കുന്നത് വെൽക്രോയിലാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് പ്രസ് ചെയ്താൽ തന്നെ അവിടെ ഒട്ടി നിന്നോളും. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ബാക്കിംഗ് പ്ലേറ്റും ഈ ഒരു പോളിഷിംഗ് പാഡിൻ്റെ എഡ്ജും തമ്മിൽ ഇവിടെ ഗ്യാപ്പുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കേണ്ടത്. ഇനി 5 ഇഞ്ച് ബാക്കിംഗ് പ്ലേറ്റിൽ നമ്മൾ 6 ഇഞ്ചോ അല്ലെങ്കിൽ 7 ഇഞ്ചോ പോളിഷിംഗ് പാഡ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഈ ഒരു ബാക്കിംഗ് പ്ലേറ്റിൽ നിന്നും ഈ ഒരു പോളിഷിംഗ് പാഡിലേക്ക് ഇത്ര ദൂരം ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും. അപ്പോൾ ഈ ഒരു ബാക്കിംഗ് പ്ലേറ്റിൻ്റെ അടിയിലുള്ള ഭാഗത്തെ ഈ ഒരു മെഷീനിന് കറക്റ്റ് പ്രഷർ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഭാഗത്തെ ശരിയായിട്ട് കട്ടിങ് നടക്കുകയുള്ളൂ. അപ്പോൾ ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം ഫ്ലെക്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് ശരിയായിട്ട് കട്ടിങ് നടക്കില്ല. അപ്പോൾ നമ്മളുടെ ആ ഒരു പോളിഷിങ്ങിനെ അത് മോശമായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് എത്രയാണോ ഈ ഒരു ബാക്കിംഗ് പ്ലേറ്റിൻ്റെ സൈസ് ആ സൈസിലുള്ള പോളിഷിംഗ് പാഡ്സ് തന്നെ ഉപയോഗിക്കണം. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്ന് നമുക്കിവിടെ പോളിഷ് ചെയ്യാൻ കിട്ടിയിരിക്കുന്ന വാഹനം മാരുതിയുടെ വിറ്റാറ ബ്രസ ആണ്. അപ്പോൾ നമ്മൾ പോളിഷ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്, അതായത് നമ്മൾ വാഹനം കസ്റ്റമർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ആദ്യം പെയിൻറ്റിൻ്റെ കണ്ടീഷൻ എന്താണ് എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ എവിടേക്കാണ് സ്ക്രാച്ചുകളുള്ളത്, സ്ക്രാച്ചുകളുടെ ആ ഒരു വലിപ്പം എത്രത്തോളമാണ്,
അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും ഇൻസ്പെക്ട് ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ഏത് പോളിഷിങ് കോമ്പൗണ്ടാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏത് പോളിഷിങ് പാഡാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു കാറിൻ്റെ പെയിൻറ്റിൻ്റെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് അത്യാവശ്യം മോശമില്ലാത്ത കണ്ടീഷനിലാണ്. വലിയ സ്ക്രാച്ചുകളൊന്നും അധികം ഇല്ല. അവിടെ ഇവിടെയൊക്കെ ചെറിയ സ്ക്രാച്ചുകളൊക്കെയാണ് ഉള്ളത്. ഡീപ്പായിട്ടുള്ള സ്ക്രാച്ചുകൾ കുറവാണ്. പക്ഷേ ഒരുപാട് സോൾ മാർക്സുകൾ ഈ ഒരു വാഹനത്തിൽ ഉണ്ട്. അതായത് നമ്മൾ വാഷ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സോൾ മാർക്സുകൾ വരുന്നത്. അതായത് റൗണ്ടായിട്ട് കുറേ ചെറിയ സ്ക്രാച്ചുകൾ ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും വാഷ് ചെയ്യുന്ന സമയത്ത് ഈ വട്ടത്തിൽ തുടയ്ക്കരുത്. ഷാമ്പു അപ്ലൈ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ നനഞ്ഞ കാറ് ഡ്രൈ ആക്കുമ്പോഴൊക്കെ, തുണി ഉപയോഗിച്ച് ഡ്രൈ ചെയ്യുമ്പോഴൊക്കെ എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ട് വൈപ്പ് ചെയ്യുക. ഒരിക്കലും റൗണ്ടിൽ നമ്മൾ പെയിൻറ്റിൽ ഒന്നും ചെയ്യരുത്. അതായത് അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു സ്വേൾ മാർക്സുകൾ പോളിഷിങ് ചെയ്ത് ഒഴിവാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. സ്ട്രെയിറ്റ് സ്ക്രാച്ചുകളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു സ്വേൾ മാർക്സുകളാണെങ്കിൽ അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ. പക്ഷെ നമ്മൾ എന്തായാലും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിരിക്കും. അപ്പോൾ നമ്മൾ പോളിഷിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ പോളിഷിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വാഹനം നന്നായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നന്നായിട്ട് വാഷ് ചെയ്യുക. നമ്മൾ ലൂസായിട്ടുള്ള ചളികളും എല്ലാം ഇളകി പോകുന്ന രീതിയിൽ നന്നായിട്ട് ഷാമ്പൂ ഒക്കെ ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഡീകണ്ടാമിനേഷൻ ആണ്. അതായത് നമ്മൾ കഴുകി കഴിഞ്ഞാലും പെയിൻറ്റിൽ നിന്ന് പോരാത്ത ചില മാലിന്യങ്ങൾ പെയിൻറ്റിൽ ഉണ്ടായിരിക്കും. പെയിൻറ്റിൽ പറ്റി പിടിച്ച് കിടക്കുന്ന കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്താൽ പോവില്ല. അപ്പോൾ നമ്മൾ അതിനെ ഇളക്കാനുള്ള പരിപാടികൾ വേറെ നോക്കണം. അതായത് നമ്മൾ ഇതിനായിട്ട് നോർമലി ഉപയോഗിക്കുന്നത് ഒരു ക്ലേ ബാറാണ്. ക്ലേ ബാർ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പെയിൻറ്റിൽ നിന്ന് ഈ ഒരു കണ്ടാമിനൻസിനെ ഇളക്കി ഒഴിവാക്കാൻ സാധിക്കും. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലേ ബാർ എടുക്കുക. ആ ഒരു ക്ലേ ബാർ കുറച്ചൊന്ന് പരത്തി നമ്മുടെ കയ്യിലുകൊണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാക്കുക. അതിന് ശേഷം നമ്മൾ പെയിൻറ്റിൽ ആദ്യം ഒരു ക്ലേ ലൂബ്രിക്കൻറ്റ് അടിച്ചു കൊടുക്കുക. അതായത് ആ ഒരു ക്ലേ നമ്മൾ വെറുതെ പെയിൻറ്റിൽ എടുത്തി കഴിഞ്ഞാൽ സ്ക്രാച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നന്നായിട്ട് ലൂബ്രിക്കേഷൻ കൊടുക്കണം. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഷാമ്പു അപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ സെപ്പറേറ്റ് ക്ലേ ലൂബ്രിക്കൻറ്റ് മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ അത് ഉപയോഗിച്ച് ജസ്റ്റ് നമ്മൾ ആ ഒരു ക്ലേ ബാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെയിറ്റ് ആയിട്ട് ഉരച്ച് കഴിഞ്ഞാൽ ആ ഒരു പെയിൻറ്റിലുള്ള കണ്ടാമിനൻസ് ഒക്കെ ആ ഒരു ക്ലേ ബാറിൽ പറ്റി പിടിച്ച് പോരും. അതുപോലെ തന്നെ പെയിൻറ്റിൽ ടാർ ഉണ്ടെങ്കിൽ റോഡിൽ നിന്നും ടാറിൻ്റെ തരികൾ പെയിൻറ്റിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടാർ നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പോൾ ടാർ റിമൂവ് ചെയ്യാൻ നമ്മൾ ടാർ റിമൂവർ എന്നുള്ള സെപ്പറേറ്റ് കെമിക്കൽ അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. അപ്പോൾ വാഷിംഗ് അതുപോലെ തന്നെ ഡീകണ്ടാമിനേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് നേരെ പോളിഷിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ പോളിഷിങ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യം ഒരു ടെസ്റ്റ് സെക്ഷൻ ആദ്യം പോളിഷ് ചെയ്ത് നോക്കണം. അതായത് വാഹനത്തിൻ്റെ പെയിൻറ്റിൽ അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് ആ ഒരു ടെസ്റ്റിനായിട്ടൊരു ചെറിയൊരു സെക്ഷൻ നമ്മൾ പോളിഷ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പെയിൻറ്റിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ചില വാഹനങ്ങളുടെ ഈ ഒരു ക്ലിയർ കോട്ട് സോഫ്റ്റ് ആയിരിക്കും, ചില വാഹനത്തിൻ്റെ ഹാർഡായിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം ഏത് പോളിഷിംഗ് പാഡാണ് കോമ്പൗണ്ടാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ക്ലിയർ കോട്ട് മാക്സിമം അവിടെ തന്നെ നിലനിർത്തുക. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലിയർ കോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർഡായിട്ടുള്ള കട്ടിങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ കോട്ട് കുറേ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഏറ്റവും കുറഞ്ഞ കട്ടിങ്ങുള്ള പോളിഷിംഗ് പാഡ് കോമ്പൗണ്ട് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളത് നിരീക്ഷിക്കുക എന്താണ് ക്ലിയർ കോട്ടിൻ്റെ കണ്ടീഷൻ എന്നുള്ളത്. അത് മെയിൻ പോളിഷിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പോളിഷർ മെഷീൻ എടുക്കുക. അതിലേക്ക് ഒരു പോളിഷിംഗ് പാഡ് മാക്സിമം സെൻറ്റർ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് യെല്ലോ പാഡാണ്. യെല്ലോ പാഡ് ഒരു ലൈറ്റ് ടു മീഡിയം കട്ടിംഗ് ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് കോമ്പൗണ്ട് എടുക്കുക. അത് നന്നായിട്ട് ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പോളിഷിംഗ് പാഡിലേക്ക് ഒരു 5 തുള്ളി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു കാണിച്ചിരിക്കുന്ന സൈസിൽ ഒരു 5 തുള്ളി അപ്ലൈ ചെയ്യുക. ഇനി അടുത്തായിട്ട് നമ്മൾ പോളിഷിംഗ് മെഷീൻ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പോളിഷറിൻ്റെ ആ ഒരു വയർ നമ്മൾ നമ്മുടെ തോളിലൂടെ ഇടുക. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വയർ ഈ ഒരു പെയിൻറ്റിൽ ഉരസി അവിടെ സ്ക്രാച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ പോളിഷ് ചെയ്യുന്ന സമയത്ത് വാച്ച്, നമ്മുടെ കയ്യിൽ വള, അങ്ങനെയുള്ള ബ്രേസ്ലെറ്റ്സ് അങ്ങനെയൊന്നും ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഇൻസൈഡ് ചെയ്യരുത്. കാരണം നമ്മുടെ ബെൽറ്റിൻ്റെ ആ ഒരു ബക്കിള് ആ ഒരു
പെയിൻറ്റിൽ വരുതി സ്ക്രാച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കാർ ഡീറ്റെയിലിംഗ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് ഈ ഒരു കോമ്പൗണ്ട് പെയിൻറ്റ് സർഫസിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈ ഒരു പോളിഷിംഗ് പാഡ് നമ്മൾ പെയിൻറ്റ് സർഫസിൽ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു കോമ്പൗണ്ട് ആ ഒരു പെയിൻറ്റിലേക്ക് ഇങ്ങനെ ആവും. ഓരോ ചെറിയ ചെറിയ സെക്ഷനായിട്ട് പോളിഷ് ചെയ്യുക. വലിയ ഏരിയയിലേക്ക് നമ്മൾ പോളിഷ് ചെയ്യരുത്, ചെറിയ ചെറിയ സെക്ഷനായിട്ട് ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ് രീതി. ഒരു 2 അടി നീളവും 2 അടി വീതിയുമുള്ള ചെറിയ ചെറിയ സെക്ഷനുകളായിട്ട് നമ്മൾ പോളിഷിങ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു പോളിഷിങ് കോമ്പൗണ്ട് നമ്മൾ പെയിൻറ്റ് സർഫസിൽ ഇതുപോലെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം മെഷീനിലുള്ള ഏറ്റവും ലോവസ്റ്റ് സ്പീഡ് സെറ്റിങ്സിൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം ആ ഒരു നമ്മൾ അപ്ലൈ ചെയ്ത കോമ്പൗണ്ട് ശരിക്ക് സ്പ്രെഡ് ചെയ്യുക. ഇതേപോലെ ശരിക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏറ്റവും മാക്സിമം സ്പീഡ് സെറ്റിങ്സിൽ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ സ്ലോ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കൊടുക്കുക. ആദ്യം ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യുക, പിന്നെ ടോപ്പ് ടു ബോട്ടം ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ ഈ ഒരു പോളിഷർ മെഷീൻ നമ്മൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യരുത്, വളരെ സ്ലോ ആയിട്ട് വേണം മൂവ് ചെയ്യാൻ. കാരണം ഈ ഒരു റാൻഡം ഓർബിറ്റൽ പോളിഷേഴ്സ് വളരെ സ്ലോ ആയിട്ടേ കട്ടിങ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു പതുക്കെ മാത്രമേ പോളിഷ് ചെയ്യാവൂ. ഈ റാൻഡം ഓർബിറ്റൽ പോളിഷർ ഉപയോഗിച്ച് ഈ ഒരു ഞാൻ ചെയ്യുന്ന ഒരു സ്പീഡിൽ ചെയ്താൽ മതിയാവും. അപ്പോഴാണ് ശരിക്കും കട്ടിങ് നടക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പോളിഷിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോളിഷർ മെഷീൻ്റെ മുകളിൽ നമ്മൾ ഒരു കൈ എപ്പോഴും അതിൻ്റെ മുകളിൽ നമ്മൾ റെസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ റെസ്റ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പോളിഷറിനെ അടിയിലേക്ക് പ്രസ് ചെയ്ത് നല്ല പ്രഷർ കൊടുത്ത് കൈ വെക്കരുത്. ഒന്ന് ലൈറ്റായിട്ട് കൈ വെച്ചാൽ മതി. നമ്മൾ അധികം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കട്ടിങ് ശരിയായിട്ട് നടക്കില്ല. കാരണം ഈ ഒരു റാൻഡം ഓർബിറ്റൽ പോളിഷേഴ്സ് ആ ഒരു പോളിഷർ മെഷീൻ്റെ വെയിറ്റ് കൊണ്ട് തന്നെ ആ ഒരു കട്ടിങ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ അധികം പ്രഷർ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ വെയിറ്റ് കൊണ്ട് തന്നെ അത് ശരിയായിട്ട് ജോലി ചെയ്തോളും. നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ആ ഒരു പോളിഷർ മെഷീൻ എടുത്ത് ലിഫ്റ്റ് ചെയ്ത് നോക്കരുത്. അതായത് നമ്മൾ താഴത്തേക്ക് പ്രസ് ചെയ്യരുത്, മുകളിലേക്ക് പൊന്തിച്ചും പിടിക്കരുത്. നമ്മളെപ്പോഴും ആ ഒരു പോളിഷിംഗ് പാഡ് ശരിക്കും പെയിൻറ്റ് സർഫസിൽ ഫ്ലാറ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഹോൾഡ് ചെയ്യാൻ. പിന്നെ ഈ പോളിഷിംഗ് മെഷീൻ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യം പാസ് ചെയ്ത ആ ഒരു പാസിനെ തന്നെ വീണ്ടും ഓവർലാപ്പ് ചെയ്ത് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു പോളിഷിംഗ് മെഷീൻ മൂവ് ചെയ്യാൻ. അതായത് ഒരു പ്രാവശ്യം കട്ട് ചെയ്ത് പോയ ആ ലൈനിനെ തന്നെ വീണ്ടും ഓവർലാപ്പ് ചെയ്തിട്ട് വേണം അടുത്ത പാസ് നമ്മൾ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ മെഷീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പാസുകൾ ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു കോമ്പൗണ്ട് അത്യാവശ്യം നല്ല ക്ലിയർ ആയി വരുന്നവരെ മെഷീൻ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പാസുകൾ ചെയ്യുക. അതിനുശേഷം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുക്കുക. അതിനുശേഷം ആ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്തിട്ട് നന്നായിട്ട് ആ പെയിൻറ്റിൻ്റെ മുകളിൽ ബാക്കിയുള്ള ആ ഒരു കോമ്പൗണ്ട് ആ ഒരു ക്രീം നമ്മൾ ശരിക്കും തുടച്ചെടുക്കുക. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു റിസൾട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ പോളിഷിംഗ് പാഡ് നമ്മളിവിടെ മാറ്റിയിട്ടുണ്ട്. യെല്ലോ പാഡ് കൊണ്ട് ശരിക്കും കട്ടിങ് നടക്കുന്നില്ല. ഈ ഒരു കാറിൻ്റെ ക്ലിയർ കോട്ട് ഹാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യെല്ലോ പാഡ് കൊണ്ട് കട്ട് ചെയ്തിട്ടും ചെറിയ സ്ക്രാച്ചുകളൊക്കെ വീണ്ടും ബാക്കിയാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലൂ പാഡിലേക്ക് മാറി. അപ്പോൾ ഇതാണ് പോളിഷിങ് ചെയ്യേണ്ട രീതി. ഇതേ രീതിയിൽ കാറിൻ്റെ ബോഡി മുഴുവൻ നമ്മൾ ഇതേ രീതിയിൽ പോളിഷ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ആ ഒരു പെയിൻറ്റിൻ്റെ മുകളിൽ കൊടുക്കണം. കാരണം നമ്മൾ ഈ ഒരു പോളിഷ് ചെയ്ത് ആ ഒരു പെയിൻറ്റിൻ്റെ ടോപ്പ് ലെയറിന് നമ്മളവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കി. അപ്പോൾ അത് നല്ലൊരു ഫ്രഷ് ന്യൂ ലെയറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെയർ നമ്മളങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും സൂര്യപ്രകാശവും ഓക്സിജനൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് അതും ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു പ്രൊട്ടക്ഷൻ അതിൻ്റെ മുകളിൽ കൊടുക്കണം. ഒന്നെങ്കിൽ നമ്മൾ വാക്സ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ സീലൻ്റ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ സെറാമിക് കോട്ടിങ് അപ്ലൈ ചെയ്യുക. അപ്പോൾ വാക്സ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 2-3 ആഴ്ച കിട്ടും. സീലൻ്റ് ആണെങ്കിൽ ഒരു 3 മാസം വരെ കിട്ടും. സെറാമിക് കോട്ടിങ് ആണെങ്കിൽ ഒരു വർഷം കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പെയിൻറ്റ് പ്രൊട്ടക്ഷൻ കോട്ടിങ്സ്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. വാക്സ് വളരെ ചീപ്പാണ്, നമുക്ക് ജസ്റ്റ് അത് ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ ഇതാണ് പെയിൻറ്റ് പോളിഷിങ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറി ഒരറിവ് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ വീഡിയോഗ്രാഫിയിൽ കുറേ തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കാം, അത്ര ക്വാളിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, എല്ലാം പരിഹരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ടെക്നോളജി വീഡിയോസൊക്കെ വരുന്നുണ്ട്, അതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അതും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് വണ്ടി കൂടെ ചെയ്യാൻ വേണ്ടി സഹകരിച്ച ഡോക്ടർ ബിനോയ് സാറിനും വലിയൊരു നന്ദി അറിയിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.